വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക ഷാമ്പുകളും കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. കെമിക്കലുകൾ മുടിക്ക് ഒട്ടും നല്ലതല്ലെന്നും പോകെ പോകെ മുടിക്ക് കേടുപാടുകൾ വരുമെന്നും അറിയാമെങ്കിലും മറ്റു വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് മുടിയിലെ അഴുക്ക് കളയാൻ പലരും ഷാമ്പു ഉപയോഗിക്കുന്നു. സോപ്പിൻകായ, തിളങ്ങുന്ന മുടിയുടെ ഇന്ത്യൻ രഹസ്യം. ഇനി ഷാമ്പുവിനോട് പറയാം ഗുഡ് ബൈ. എന്നാൽ നമ്മുടെ പഴമക്കാർ ഷാമ്പുവിന് പകരം താളി പോലുള്ള പ്രകൃതിദത്ത ഗ്ലൻസറുകളാണ് മുടിയിലെ അഴുക്കും എണ്ണയും കളയാൻ ഉപയോഗിച്ചിരുന്നത്. അത്തരത്തിലുള്ള പ്രകൃതിദത്ത ക്ലൻസറുകളിൽ ഒന്നാണ് സോപ്പിൻകായ. സോപ്പ് നട്ട് എന്നും റീത്ത എന്നും സോപ്പിൻകായ എന്നും സാബൂൻകായ എന്നും അറിയപ്പെടുന്ന ഈ കുരു നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ കേശ സംരക്ഷണത്തിനായി ഉപയോഗിച്ചു വരുന്നു. പ്രകൃതിദത്തമായ ഈ ക്ലൻസറിന് നിരവധി ഗുണങ്ങളുണ്ട്. അക്കാരണത്താൽ പണ്ടുകാലത്ത് ആളുകൾ സോപ്പിൻകായ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഇന്നും നിരവധി പേർ ഷാമ്പൂവിന് പകരം സോപ്പിൻകായ ഉപയോഗിക്കുന്നുണ്ട്. തലയോട്ടിയിലെ അഴുക്കും എണ്ണയും നീക്കം ചെയ്യാൻ സഹായിക്കുന്ന പ്രകൃതിദത്ത ക്ലൻസറായ സാപ്പോണിനുകളാൽ സമ്പുഷ്ടമാണ് സോപ്പിൻകായ. പ്രകൃതിദത്ത ശുദ്ധീകരണം. സോപ്പിൻകായയിലെ സാപ്പോണിനുകൾ വെള്ളത്തിൽ കലരുമ്പോൾ മൃദുവായ ഒരു പതയുണ്ടാകുന്നു. ഇത് കെമിക്കൽ ഷാമ്പുവിനേക്കാൾ ഒരു മികച്ച ബദലാണ്. ഇത് തലയോട്ടിലെ സ്വാഭാവിക എണ്ണമയം നീക്കം ചെയ്യാതെ തലയോട്ടിയെ വൃത്തിയാക്കുന്നു. ഒപ്പം മുടിക്ക് മൃദുത്വവും തിളക്കവും നൽകുന്നു. മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. സോപ്പിൻകായയുടെ സ്ഥിരമായ ഉപയോഗം മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കും. ഇതിലെ പോഷകങ്ങൾ തലയോട്ടിയെ പോഷിപ്പിക്കുകയും മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. സോപ്പിൻകായ തുടർച്ചയായി ഉപയോഗിച്ചതിന് ശേഷം മുടി കട്ടിയുള്ളതും ആരോഗ്യമുള്ളതുമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. താരൻ തടയുന്നു. ഇന്ന് മിക്കവരിലും നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് താരൻ. സോപ്പിൻകായയിലെ ആന്റി ഫംഗൽ ഗുണങ്ങൾ താരനെ ഫലപ്രദമായി നേരിടാൻ സഹായിക്കുന്നു. ഇത് ശിരോചർമ്മത്തെ ആരോഗ്യമുള്ളതാക്കുന്നു. ചൊറിച്ചിലും തൊലി പൊളിയുന്നതും കുറയ്ക്കുന്നു. പ്രകൃതിദത്ത കണ്ടീഷണർ. പ്രകൃതിദത്ത കണ്ടീഷണറായും സോപ്പിൻകായ പ്രവർത്തിക്കുന്നു. ഇത് മുടിയെ ഒതുക്കമുള്ളതാക്കുകയും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്നതാക്കുകയും ചെയ്യുന്നു. ആയതിനാൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ള കണ്ടീഷണറുകളുടെ ആവശ്യമില്ലാതെ തന്നെ മുടി മിനുസമാർന്നതാകുന്നു. പരിസ്ഥിതി സൗഹൃദം. സോപ്പിൻകായ ഉപയോഗിക്കുന്നത് മുടിക്ക് മാത്രമല്ല പരിസ്ഥിതിക്കും നല്ലതാണ്. ഇത് ജൈവ വിഘടനത്തിനും വിധേയമാകുന്നതിനാൽ മാലിന്യങ്ങളൊന്നും അവശേഷിപ്പിക്കുന്നില്ല. കൂടാതെ പല സിന്തറ്റിക് ഷാമ്പുകളും ചെയ്യുന്നത് പോലെ മലിനീകരണത്തിന് കാരണമാകുന്നില്ല. സോപ്പിൻകായ എങ്ങനെ ഉപയോഗിക്കാം? സോപ്പിൻകായ ഉപയോഗിക്കുന്നതിന് കുറച്ച് സോപ്പിൻകായ രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർക്കുക. രാവിലെ അവ മൃദുവായി തിളപ്പിക്കുക. ദ്രാവകം അരിച്ചെടുത്ത് ഷാമ്പുവായി ഉപയോഗിക്കുക. കൂടുതൽ ഗുണത്തിനായി നിങ്ങൾ ഇത് മറ്റു പ്രകൃതിദത്ത ചേരുവകളായ നെല്ലിക്ക അല്ലെങ്കിൽ ശിക്കക്കായുമായി കലർത്തുക. പഴയ കാലത്ത് ഭാരതത്തിൽ സോപ്പിന് പകരം തുണി അലക്കുവാൻ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തരം കായാണ് സാബൂൻകായ അല്ലെങ്കിൽ സോപ്പിൻകായ. വെള്ളത്തിൽ നല്ലതുപോലെ പതയുന്ന ഉറിഞ്ചിക്കാത്തൊണ്ട് കുത്തിപ്പിഴിഞ്ഞ് തുണികളിലെ അഴുക്ക് നീക്കുവാൻ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നു. സ്വർണ്ണാഭരണങ്ങളിലെ അഴുക്കും മങ്ങലും മാറ്റുവാൻ സ്വർണ്ണപ്പണിക്കാരും ഈ കായ ഉപയോഗിച്ചിരുന്നു. 20-ാം നൂറ്റാണ്ടായതോടെ സോപ്പ്, ഡിറ്റർജന്റുകൾ എന്നിവയുടെ പ്രചാരത്തോടെയാണ് സാബൂൻകായുടെ ഉപയോഗം ഗണ്യമായി കുറഞ്ഞത്. ആരോഗ്യവും തിളക്കവുമുള്ള മുടിക്കായി നമുക്ക് സോപ്പിൻകായ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. Thank you.